ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കൃഷിയോ പാചകമോ ഒന്നുമല്ല. നമ്മൾ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ തന്നെ ഷോക്ക് അടിക്കുന്ന രീതിയിലുള്ളതായ കറണ്ട് ബില്ലുകളാണ് നമുക്ക് ഓരോ മാസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അപ്പം ബില്ല് കാണുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഞങ്ങൾ എരിച്ചോ, ഒന്ന് എരിച്ചു, എങ്ങനെ എരിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഓരോ ലൈറ്റുകളും നമ്മൾ ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൈ കൊള്ളുന്നതും ഷോക്കടിക്കുന്നതുമായ ബില്ലുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എന്ന് പറയുന്നത് 6 മുതൽ 10 മണി വരെയാണ് കറണ്ടിൻ്റെ ഹൈ ലോഡിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ കറണ്ട് ചിലവാകുന്നതായ നമ്മൾ എക്യുപ്മെൻറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം 6 മുതൽ ഒരു 9 മണി വരെയെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക. ഈ പകൽ നേരം ഒന്നും അങ്ങനെ ഓഫ് ചെയ്തിടേണ്ട കാര്യമില്ല. ഈ വൈകുന്നേരത്തെ സമയത്ത് അത്രയും സമയം ഒന്ന് ഓഫ് ചെയ്തിടുക. നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് അത് ഓൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. ഈ ഫുള്ള് സാധനമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ചിലർ ഫുള്ള് ഓഫ് ചെയ്തിടാറുണ്ട്. അങ്ങനെ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല, ഇങ്ങനെ ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ സമയത്തിൽ മിക്സി, ഗ്രൈൻഡർ ഇത് ഉപയോഗിക്കാതിരിക്കുക, മോട്ടർ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചെയ്യാം. രാവിലെ തന്നെ മോട്ടറൊക്കെ ഓൺ ചെയ്യുക, വെള്ളമൊക്കെ ആവശ്യം നിറച്ചിടുക. അതുപോലെ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകുക. അരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ അരി അരയ്ക്കാനുള്ളതൊക്കെ ഒരു 4-5 മണിയാകുമ്പോഴത്തേ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് തീർത്താൽ നമുക്ക് കറണ്ട് കുറേ ലാഭിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ പഴയ ബൾബുകളൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് നമ്മൾ LED ബൾബുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് അധികം ചിലവാവുകയില്ല. മറ്റേ ബൾബിനാകുമ്പോൾ അധികം ചിലവാകുന്നുണ്ട് കേട്ടോ കറണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഈ കാര്യങ്ങളിലൊക്കെ ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട്. വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഈ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അമ്മയോ അച്ഛനോ മാത്രം നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചാൽ പറ്റില്ല. മക്കളും എല്ലാവരും, കുഞ്ഞുങ്ങളെയും നമ്മൾ അത് പരിശീലിപ്പിക്കണം. നമ്മൾ കയറുന്നതായി നമ്മൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മളൊരു മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മുറിയിൽ ലൈറ്റും ഫാനും കറണ്ടിൻ്റെ എന്തെല്ലാം സാധനങ്ങൾ ഓണുണ്ടോ അതെല്ലാം ഓഫ് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടെ ശീലിപ്പിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും എവിടെയെങ്കിലും ലൈറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അത് ഓടിച്ചെന്ന് നിർത്തുന്നത് കണ്ടാൽ അവരെ വീട്ടിൽ പഠിപ്പിച്ച ഗുണം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ലതുപോലെ നമുക്ക് കറണ്ട് ബില്ല് കുറഞ്ഞ് കിട്ടും. ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലും തിരിച്ചു വരുമ്പം കാണാം ലൈറ്റൊക്കെ ഫാൻ കിടന്ന് കറങ്ങി ലൈറ്റ് ഓണായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ മുറിയിൽ നിന്നും പുറത്ത് പോകുമ്പോൾ അതെല്ലാം ഓഫാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ഈ പകൽ സമയത്താണെങ്കിലും ഈ ലൈറ്റും ഫാനും എല്ലാം ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് അപ്പം നമ്മുടെ വീടിനൊക്കെ നല്ലൊരു ഫ്രഷ് എയർ കിട്ടുകയും ചെയ്യും, ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും, നല്ല കാറ്റും വെളിച്ചവും നമ്മുടെ പെരയ്ക്കകത്ത് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ജനലും കഥകളും ഒക്കെ ഒന്ന് കഥകളൊക്കെ എപ്പോഴും നമ്മൾ തുറന്നിട്ട് കാര്യമില്ല, ജനലുകളെല്ലാം എപ്പോഴും നല്ല തുറന്ന് ഇട്ടേക്കണം. ഒരു 4 മണിയാകുമ്പോഴേ നമ്മൾ തിരിച്ച് അടയ്ക്കുകയും വേണം. അടുത്തതെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി കിടന്ന് 2-3 തുണി കഴുകുന്നതിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ട് നമ്മളത് ഒരു ക്രമപ്പെടുത്തിയാൽ നമുക്ക് കുറേ വെള്ളവും ലാഭിക്കാം, കറണ്ടും ലാഭിക്കാം. ഇപ്പം ഈ വെള്ളം ലാഭിച്ചാൽ തന്നെ നമ്മുടെ കറണ്ടും ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പുകളൊക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓരോ തുള്ളി വെള്ളം എന്ന് പറയുന്നത് കറണ്ടാണ് ചിലവാകുന്നത്. നമ്മുടെ കിണറ്റിൽ കിടക്കുന്ന വെള്ളം മോട്ടറിൽ കയറണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പൈപ്പുകളൊക്കെ ലീക്കാകാതെ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാഷ് ബേസിനിൽ വെച്ച് വെള്ളം പിടിച്ച് വെച്ച് കഴുകുന്നതാണ്. കാരണം ഇപ്പോൾ നല്ല ചൂടാണ്, ഇപ്പോൾ എപ്പോഴും ഫാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കറണ്ടൊക്കെ ഒരുപാടാവുന്ന സമയമാണ് ഈ ചൂട് സമയം എന്ന് പറയുന്നത്. അപ്പം വെള്ളമൊക്കെ നമ്മൾ പിടിച്ച് വെച്ച് ഉപയോഗിച്ചാൽ അത് നമുക്ക് നമ്മുടെ കൃഷികൾക്ക് കൊണ്ടൊന്ന് ഉപയോഗിക്കാനും സാധിക്കും, നമ്മുടെ കറണ്ട് ബില്ല് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും, കിണറ്റിൽ വെള്ളം അത്യാവശ്യം കിടക്കുകയും ചെയ്യും. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ മീറ്ററായിരുന്നു. ഇപ്പോഴാണ് ഈ ഡിജിറ്റൽ മീറ്ററായത്. അപ്പം മെക്കാനിക്കൽ മീറ്ററിലാകുമ്പോൾ ചെറിയ ലൈറ്റുകളൊന്നും അവർ കൗണ്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ആയാലും ചെറിയ സീറോ ബൾബ് ആയാലും അതിൻ്റെ ചാർജൊക്കെ ഇതിനകത്ത് റീഡായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത് അത് എപ്പോഴും ഓഫായി കിടക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ ചാർജായി കഴിയുമ്പോൾ ഉടനെ നമ്മളതങ്ങ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ആ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകും. ആ സ്വിച്ച് ഓഫ് ചെയ്ത് വേണം ഇടാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഓണായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിൽ നമ്മൾ എപ്പോഴും ഒരു കണ്ണ് വേണം. എന്തെങ്കിലും ഓണായിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് ഇടണം. അടുത്തതായി പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സ്വിച്ച് ബോർഡ് ചിലപ്പോൾ നല്ല ചൂടായിട്ട് നമുക്ക് തോന്നാം, ചിലപ്പോൾ അതിൽ നിന്ന് സ്പാർക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ
അപ്പം അതിനകത്ത് പിന്നെ കറണ്ട് ഇങ്ങനെ വേസ്റ്റായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ കറണ്ട് വേസ്റ്റായിക്കൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ 1500 രൂപ നിങ്ങൾ പിന്നെ കറണ്ടിൻ്റെ ബില്ല് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 1250 നിങ്ങൾക്ക് കറണ്ട് ബില്ലായി വരും. അതുപോലെ തന്നെ 1000 കൊടുക്കുന്നവർക്ക് 750, 800 വരെ ആവുന്ന ബില്ലേ വരുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും വീട്ടിനകത്തുള്ള എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് കറണ്ട് ബില്ല് വളരെയധികം കുറഞ്ഞു കിട്ടും. ആ പൈസ നമുക്ക് സേവ് ചെയ്യാം, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യഥാസമയം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ ഇനി നന്ദി.